ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA സോഷ്യോളജിയുടെ മെയിൻ പേപ്പറായിട്ടുള്ള ബേസിക്സ് ഓഫ് സോഷ്യോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സാണ്. ഏകദേശം 4 ടോപ്പിക്സുകളാണ് അതിൽ വരുന്നത്. അതിൽ ഫസ്റ്റായിട്ട് സോഷ്യോളജി, ഡെഫിനിഷൻ, നാച്ചർ ആൻഡ് സ്കോപ്സ്. രണ്ടാമത് വരുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ടാസ്ക് ആൻഡ് പ്രോമിസ്. മൂന്നാമത് വരുന്നത് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. ഏറ്റവും അവസാനം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഇത്രയും ടോപ്പിക്സുകളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി, സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്. സോ ഇതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിലെ സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് സോഷ്യോളജിയിൽ പഠിക്കുന്നത്. മോറോവർ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സൊസൈറ്റി. ഒരു സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഏകദേശം 19ാം സെഞ്ചുറിയിലാണ് സോഷ്യോളജി പുതിയൊരു സയൻസായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ എന്താണ് യങ്ങസ്റ്റ് സയൻസ് എന്ന് വേണമെങ്കിൽ സോഷ്യോളജിയെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള അഗസ്റ്റ് കോംതെയാണ് ഫാദർ ഓഫ് സോഷ്യോളജി ആയിട്ട് അറിയപ്പെടുന്നത്. 1839 സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വേർഡ് അദ്ദേഹം ഡിറൈവ് ചെയ്തത്. പിന്നെ മറ്റൊന്ന് സോഷ്യസ് ആൻഡ് ലോഗോസ് എന്ന് പറയുന്ന 2 വേർഡിൽ നിന്നാണ് സോഷ്യോളജി എന്നുള്ള പദം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ലാറ്റിൻ വേർഡായിട്ടുള്ള സോഷ്യസ് എന്നും അതുപോലെ ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോഗോസ് എന്നുള്ള 2 വേർഡ്. സോഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്നാണ് അർത്ഥം വരുന്നത്. ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു ശാസ്ത്രശാഖ എന്നതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സോ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സയൻസ് ഓഫ് സൊസൈറ്റി ഓർ സ്റ്റഡി ഓഫ് സൊസൈറ്റി, സമൂഹത്തെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ എന്താണ് സമൂഹത്തെ പറ്റിയുള്ള ഒരു സയൻസ് എന്നതാണ് സോഷ്യോളജി അറിയപ്പെടുന്നത്. LF വാർഡ് സോഷ്യോളജി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സോഷ്യോളജി ഈസ് ദ സയൻസ് ഓഫ് സൊസൈറ്റി ഓർ സോഷ്യൽ ഫിനോമിന. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിൻ്റെ ഒരു സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഫിനോമിന, സാമൂഹ്യ പ്രതിഭാസങ്ങളുടെ ഒരു സയൻസ് എന്നതാണ് LF വാർഡ് സോഷ്യോളജിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കിങ്ലി ഡേവിസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സോഷ്യോളജി ഈസ് എ ജനറൽ സയൻസ് ഓഫ് സൊസൈറ്റി. അതായത് സമൂഹത്തെ പറ്റിയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള സയൻസാണ് സോഷ്യോളജി എന്നാണ് കിങ്ലി ഡേവിസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒക്ബേൺ ആൻഡ് നിങ്കോഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സോഷ്യോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ് എന്നാണ്. അതായത് സമൂഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനത്തിനെയാണ് സോഷ്യോളജി എന്നാണ് ഒക്ബേൺ ആൻഡ് നിങ്കോഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഡെഫിനിഷനിൽ നമ്മൾ ഇത്രയാണ് നോക്കേണ്ടത്. എന്താണ് സോഷ്യോളജി എന്ന് മനസ്സിലാക്കുക. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. ജസ്റ്റ് ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് നോക്കുക. സോഷ്യസ് ആൻഡ് ലോഗോസ്. അഗസ്റ്റ് കോംതെയാണ് ഫാദറായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ 1-2 ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കുക. അപ്പോൾ എത്രയാണ് എക്സാം പോയിൻ്റായിട്ട് ഈ ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നാച്ചർ ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ പ്രകൃതം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് ബിയർസ്റ്റഡ് 8ഓളം നാച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ദ സോഷ്യൽ ഓർഡർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന ബുക്കിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ്. സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സയൻസാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. മറ്റുള്ള ഫിലോസഫി, ഹിസ്റ്ററി പോലെ ഏതെങ്കിലും ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. സോഷ്യോളജിക്ക് എന്താണ്? അതിൻ്റേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള പഠനശാഖകളും അതുപോലെ അതിൻ്റേതായിട്ടുള്ളൊരു ഫീൽഡ് ഓഫ് എൻക്വയറിയും അതുപോലെ ഫീൽഡ് ഓഫ് സ്റ്റഡി ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ സോഷ്യൽ സയൻസ് നോട്ട് എ ഫിസിക്കൽ സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സമൂഹശാസ്ത്രമാണ്. ഏതെങ്കിലും ഒരു ഫിസിക്കൽ സയൻസോ അല്ലെങ്കിൽ മറ്റുള്ള സയൻസ് സബ്ജക്റ്റ് പോലെയല്ല. സമൂഹത്തെക്കുറിച്ചും അതുപോലെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. എസ്പെഷ്യലി സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള എക്കണോമിക്സ്, സൈക്കോളജി, ആന്ത്രോപോളജി അങ്ങനെ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് സോഷ്യോളജി നിൽക്കുന്നത്. അല്ലാതെ ഫിസിക്കൽ സയൻസ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെയുള്ള സയൻസുമായിട്ടുള്ള ബന്ധം സോഷ്യോളജിക്ക് കുറവാണ്. സോ സോഷ്യോളജി ഈസ് എ സോഷ്യൽ സയൻസ് നോട്ട് എ ഫിസിക്കൽ സയൻസ്. മൂന്നാമത്തെ പോയിൻ്റാണ് സോഷ്യോളജി ഈസ് എ കാറ്റഗറിക്കൽ ആൻഡ് നോട്ട് എ നോർമാറ്റീവ് സയൻസ്.
സോഷ്യോളജി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറീസ്, അതുപോലെ പോസിറ്റീവ്, നെഗറ്റീവ്, ഗുഡ്, ബാഡ്, റൈറ്റ്, റോങ് തുടങ്ങിയതിനെ കുറിച്ചൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ ജഡ്ജ്മെൻറ്റിൻ്റെ പേരിലോ മറ്റൊന്നും സോഷ്യോളജി പഠന വിധേയമാക്കുന്നില്ല. എന്താണ് കറക്റ്റ് അല്ലെങ്കിൽ എന്താണ് റൈറ്റ്, റോങ് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ സോഷ്യോളജി പറയുന്നുണ്ട് എന്നുള്ളതാണ്. എത്തിക്കലി ന്യൂട്രലായിട്ടാണ് നിലനിൽക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ പ്യുവർ സയൻസ് നോട്ട് ആൻ അപ്ലൈഡ് സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈദ്ധാന്തിക അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പഠനശാഖയാണ്. ഒരിക്കലും പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ അപ്ലൈഡ് ലെവലിൽ വരുന്ന ഒന്നല്ല. തീർത്തും പ്യുവർ ആയിട്ടുള്ളൊരു സയൻസാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് റിലേറ്റീവ്ലി ആൻ അബ്സ്ട്രാക്ട് സയൻസ് ആൻഡ് നോട്ട് എ കോൺക്രീറ്റ് സയൻസ്. സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും സാമൂഹ്യ വിഷയങ്ങളുടെ ക്രമത്തെക്കുറിച്ച് മറ്റൊക്കെ പഠിക്കുന്നു. അതൊരു പ്രത്യേക സംഭവത്തിന് മേലിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു രീതിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അതിനൊരു അബ്സ്ട്രാക്ട് സയൻസ് എന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അടുത്തെന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ ജനറലൈസിങ് ആൻഡ് നോട്ട് എ പെർട്ടിക്കുലറൈസിങ് സയൻസ്. സോഷ്യോളജി എന്താണ്? ജനറലായിട്ടൊരു കാര്യത്തെക്കുറിച്ചാണ് പൊതുവായിട്ട് പറയുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ട് എന്താണ് സോഷ്യോളജി പഠിക്കുന്നില്ല. പൊതുവായിട്ട് സൊസൈറ്റിയിലുള്ള ലോസും പ്രിൻസിപ്പിൾസ്, അങ്ങനെ ഹ്യൂമൻ ഇൻട്രാക്ഷൻ, അസോസിയേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പൊതുവായിട്ട് പഠിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ ജനറൽ സയൻസ് നോട്ട് എ സ്പെഷ്യൽ സോഷ്യൽ സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ സയൻസ് തന്നെ ഒരു ജനറൽ സയൻസ് ആയിട്ട് നിലനിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സോഷ്യൽ സയൻസ് ആയിട്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി ഈസ് ബോത്ത് റേഷണൽ ആൻഡ് എംപിരിക്കൽ സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് യുക്തിപരവും അതുപോലെ എംപിരിക്കലായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഒബ്സർവ് ചെയ്തും അതുപോലെ മറ്റും ചെയ്യുന്ന ഒരു സയൻസാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് ബോത്ത് റേഷണൽ ആൻഡ് എംപിരിക്കൽ സയൻസ്. ഇത്രയാണ് പ്രധാനപ്പെട്ട നാച്ചുറേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ സ്കോപ്പ് എന്താണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വ്യാപ്തി എന്താണെന്നുള്ളത്. നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സോഷ്യൽ സയൻസാണ്. സമൂഹവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സയൻസാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻ, സോഷ്യൽ ബിഹേവിയർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോഷ്യോളജി ഡീൽ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഒരു ആസ് എ ഡിസിപ്ലിൻ, ഏറ്റവും അവസാനം എമർജ് ചെയ്ത ഡിസിപ്ലിൻ എന്ന നിലയിലാണെങ്കിൽ പോലും ഈ ഒരു സോഷ്യോളജിയുടെ സ്കോപ്പിനെ പറ്റി മറ്റൊക്കെ സോഷ്യോളജിസ്റ്റിൻ്റെ ഇടയിലൊക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 2 വ്യൂസാണ് ഈ ഒരു സ്കോപ്പ് ഓഫ് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഫോർമലിസ്റ്റിക് സ്കൂളും അതുപോലെ സിന്തറ്റിക് സ്കൂളും. ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർമലിസ്റ്റിക് സ്കൂളാണ്. ഇതിനെ സ്പെഷ്യാലിസ്റ്റിക് സ്കൂൾ എന്നും നമ്മൾ വിളിക്കും. സോഷ്യോളജിയുടെ സ്കോപ്പിനെ പറ്റി ആദ്യമായിട്ട് ഒരു സ്റ്റഡി നടത്തിയത് ഈ ഒരു ഫോർമലിസ്റ്റിക് സ്കൂളിൽ പെട്ടവരാണ്. പ്രധാനമായിട്ടും ജർമ്മൻ സോഷ്യോളജിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ ഉള്ളത്. ഇവരുടെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് സയൻസ് ആണ്. സോഷ്യോളജിയുടേതായിട്ടുള്ള ഒരു ഏരിയ ഓഫ് സ്റ്റഡി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പാണ് സോഷ്യോളജിക്ക് ഉള്ളത് എന്നാണ് പൊതുവെ ഫോർമലിസ്റ്റിക് സ്കൂളിൽ പെട്ടവർ പറയുന്നത്. ദെൻ ജോർജ് സിമല ആണ് ഈ ഒരു ഫോർമലിസ്റ്റിക് സ്കൂളിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ സ്മാള്, വിയർക്കാൻഡ്, മാക്സ് വെബർ, വോൺ വൈസ്, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു ചിന്തയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ജോർജ് സിമൽ, അദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സോഷ്യോളജി ഈസ് എ സ്പെസിഫിക് സോഷ്യൽ സയൻസ് വിച്ച് സ്റ്റഡീസ് ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, കോപ്പറേഷൻ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, അക്കമഡേഷൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സമൂഹശാസ്ത്രം സാമൂഹിക ബന്ധങ്ങളുടെ രൂപത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ പ്രത്യേകിച്ച് സഹകരണം, അതുപോലെ മത്സരം, സംഘട്ടനം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫോർമലിസ്റ്റിക് സ്കൂളിന്റെ വക്താവാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്, ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം പറയുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഇസ് വെരി ലിമിറ്റഡ്. സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അദ്ദേഹം സാമൂഹ്യശാസ്ത്രത്തെ കാണുന്നത് വ്യക്തികളുടെ സാമൂഹ്യ പെരുമാറ്റത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സയൻസ് എന്ന തരത്തിലാണ്. അതുപോലെ വ്യക്തികളുടെ ഈ ഒരു പെരുമാറ്റം വ്യക്തിപരവും സാമൂഹികപരമായിട്ടുള്ള ഒന്നാണ്.
സോ അതിന് അതായത് അതുകൊണ്ട് തന്നെ എന്താണ്, സോഷ്യോളജിയുടെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വക്താവാണ് ഫെർഡിനൻഡ് ടോണിസ്. പ്രധാനപ്പെട്ട ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം രണ്ട് തരത്തില് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജമൻഷാഫ്റ്റ് ആൻഡ് ജസൽഷാഫ്റ്റ് എന്ന് പറയുന്നത്. ജമൻഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്നുള്ള അർത്ഥമാണ്. ജസൽഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോർമൽ ചിന്തക്ക് രണ്ട് ക്രിറ്റിസിസം പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് സോഷ്യോളജി മസ്റ്റ് ബി സ്റ്റഡീഡ് ഇൻ റിലേഷൻ വിത്ത് അതർ സോഷ്യൽ സയൻസ്. സോഷ്യോളജിക്ക് എന്താണ്, തീർച്ചയായും മറ്റുള്ള സോഷ്യൽ സയൻസുമായിട്ട് റിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഓൺലി ലിമിറ്റഡ് സ്കോപ്പ്, സോ നോ കണക്ഷൻ വിത്ത് ദ കോൺക്രീറ്റ് റിയാലിറ്റീസ് ഓഫ് സോഷ്യൽ ലൈഫ്. ഒരു ലിമിറ്റഡ് സ്കോപ്പ് ആവുമ്പോൾ എന്താണ്, നമ്മുടെ സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് റിയാലിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. സോ ഇത്രയാണ് രണ്ട് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ ഫോർമലിസ്റ്റിക് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് സ്കോപ്പാണ്, മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. സോ ജോർജ് സിമല ആണ് ഇതിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. സോ അടുത്തതാണ് സിന്തറ്റിക് സ്കൂൾ എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യാലിസ്റ്റിക് അല്ലെങ്കിൽ ഫോർമലിസ്റ്റിക് സ്കൂളിന്റെ ക്രിറ്റിസിസം ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇവരുടെ അഭിപ്രായത്തിൽ സോഷ്യോളജിക്ക് വൈഡ് ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ സോഷ്യോളജി സ്റ്റഡീസ് എവറിത്തിങ് ആൻഡ് എനിത്തിങ് അണ്ടർ ദ സൺ. സൂര്യന് താഴെയുള്ള എല്ലാതും സോഷ്യോളജി പഠന വിഷയമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് ഒരു സമൂഹശാസ്ത്രത്തെ അല്ലെങ്കിൽ സോഷ്യോളജിയെ ഒരു പൊതു സമൂഹശാസ്ത്രമായിട്ടാണ് അല്ലെങ്കിൽ പൊതു ജനറൽ സയൻസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവരുടെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിന്റെ ഒരു സങ്കലനം അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ആയിട്ടാണ്, അല്ലെങ്കിൽ ജനറൽ സയൻസിന്റെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ ഒരു മിക്സ്ചർ ആയിട്ടാണ് ഇവരിതിനെ കണ്ടിട്ടുള്ളത്. സമൂഹത്തിലെ വ്യത്യസ്ത സബ് കാറ്റഗറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഉപവിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹശാസ്ത്രത്തിലെ പഠനത്തിന് വിപുലമായിട്ടുള്ള ഈ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് എക്കോണമി, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ്, റിലീജിയൻ, ഫാമിലി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെ കുറിച്ചും എന്താണ് ഈ ഒരു സിന്തറ്റിക് സ്കൂൾ അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് ദുർക്കീം, ഹോബോസ്, സൊറോക്കിൻ, കാൾമാൻഹീം, ഗിൻസ്ബർഗ് അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിൽ ദുർക്കീമിന്റെ അഭിപ്രായത്തിൽ 3 ഡിവിഷൻസ് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് സോഷ്യൽ മോർഫോളജി, അതുപോലെ സോഷ്യൽ ഫിസിയോളജി ആൻഡ് ജനറൽ സോഷ്യോളജി. സോഷ്യൽ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടും അതുപോലെ മനുഷ്യന്റെ സോഷ്യൽ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയ, അതുപോലെ മനുഷ്യന്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തെ സോഷ്യൽ ഫിസിയോളജി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മതം, അതുപോലെ രണ്ടാമത്തെന്ന് പറയുന്നത് സോഷ്യൽ ഫിസിയോളജി. പ്രധാനമായിട്ടും സോഷ്യോളജി വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിലീജിയൻ, മോറൽസ്, ലോ, എക്കണോമിക്സ് ഓഫ് ലൈഫ്, ലാംഗ്വേജ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള. മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ജനറൽ സോഷ്യോളജിയാണ്. പൊതുവായിട്ടുള്ള എല്ലാ സാമൂഹിക വസ്തുതകളുടെയും പൊതു സ്വഭാവം അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ ഫാക്ടിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യോളജി പഠിക്കുന്നു എന്നാണ് ദുർക്കീമിന്റെ മൂന്നാമത്തെ വ്യൂവിൽ പറയുന്നത്. സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു സിന്തറ്റിക് സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിൽ വ്യത്യാസം മനസ്സിലാക്കുക. ഫോർമലിസ്റ്റിക് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഫോർമലിസ്റ്റിക് സ്കൂളിൽ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. സിന്തറ്റിക് സ്കൂളിൽ സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡ് ആണ്. സോ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്തൊക്കെയാണുള്ളത്. സോ ഒന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ സയൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ സയൻസ് ആണ്
സോഷ്യോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലെയും മനുഷ്യരുടെ ബിഹേവിയർ, പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ സോഷ്യൽ ആക്ഷൻ, സാമൂഹ്യ ആക്ഷനെ കുറിച്ച് പഠിക്കുന്നു. ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സാമൂഹ്യ ബന്ധങ്ങളുടെ ടൈപ്സ് ഏതൊക്കെയെന്ന് പറയുന്നു. അതുപോലെ സോഷ്യൽ ഗ്രൂപ്പ്സ് ഓർ സോഷ്യൽ സിസ്റ്റംസ്, നമ്മളെ സൊസൈറ്റിയിൽ ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പുകളും സോഷ്യൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റേഴ്സ് എന്ന് പറയുന്നത്.